ആരോഗ്യമേഖലയിൽ നടപ്പാക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി DMO ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. IMA ഇടുക്കി ജില്ലാ ചെയർമാൻ ഡോക്ടർ തോമസ് എബ്രഹാം സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പുതുതായി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കുന്നതോടെ ചെറുകിട ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലാകുമെന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ DMO ഓഫീസുകൾക്കു മുന്നിൽ പ്രതിഷേധ സമരപരിപാടികൾ സംഘടിപ്പിച്ചു തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിനു മുൻപിൽ സംഘടിപ്പിച്ച സമരം IMA ഇടുക്കി ജില്ലാ ചെയർമാൻ ഡോക്ടർ തോമസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യ സേവനങ്ങൾക്ക് മാനദണ്ഡങ്ങൾ കൂട്ടുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ചെറിയ ആശുപത്രികളെ വളരെയധികം ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ചെറിയ സിംഗിൾ റൂം പ്രാക്ടീസിൽ പോലും ഒരു ഡ്രസ്സിങ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരി പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യം ഒഴിവാക്കാനാണ് നമ്മൾ ഈ ധർണ നടത്തുന്നത്. ചെറിയ ചിലവിൽ ജനങ്ങൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുക, ചെറിയ ആശുപത്രികളെ സംരക്ഷിക്കുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ടുവയ്ക്കുന്നത് എന്ന് IMA മെന്റൽ ട്രീറ്റ്മെന്റ് വിഭാഗം സംസ്ഥാന ചെയർമാൻ ഡോക്ടർ സുദർശനൻ പറഞ്ഞു. എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ അത് കോമൺ ആക്കി എടുക്കുകയാണ്. ഇതിനുവേണ്ടി ഡോക്ടർമാരുടെ ധാരണയാണ് DMO. കാസർഗോഡ് മുതൽ കന്യാകുമാരിയുള്ള എല്ലാ ഡോക്ടർമാരും കൺസേൺഡ് ആയിട്ടുള്ള DMO ഓഫീസിൽ ഈ ധർണ നടത്തുകയാണ്. ഈ ധർണ ജില്ലാ കൺവീനർ ഡോക്ടർ വിവേക് അധ്യക്ഷത വഹിച്ചു. മറ്റു ഭാരവാഹികളായ ഡോക്ടർ മുരുകേശൻ, ഡോക്ടർ രാധ, ഡോക്ടർ മുത്തുരാജൻ, ഡോക്ടർ ജോളി വർഗീസ്, ഡോക്ടർ CV ജേക്കബ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി.